കുതിരവാതിലിൻ്റെ സന്നിധിയിൽ വന്നു നിൽക്കുമ്പോൾ ഞാനൊരു പട്ടാളക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പോരാളിയാണ്, ഒരു പടയാളിയാണ് എന്നുള്ളതായ ഓർമ്മ മനസ്സിലേക്ക് കടന്നു വരുവാനും, എന്നാൽ ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങുവാനുമായി ഒരു ദൈവ പൈതലിന് സാധ്യമായി തീരണം. എപ്പോഴും സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമക്കളായി നാം മാറണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിൻ്റെ ജനമേ, സുബോറോ വോയിസിൻ്റെ മനോഹരമായ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ ദിവസം ദൈവത്തിൻ്റെ തിരുവചനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽപ്പാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കി യെരൂശലേമിൻ്റെ മതിൽ പണിയുമായി ബന്ധപ്പെട്ട് 10 വാതിലുകളും അതിൻ്റെ ആത്മീക ചിന്തകളും കഴിഞ്ഞ ദിനങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 8ാമത്തെ വാതിലായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 28ാമത് തിരുവചനം പഠിക്കുമ്പോൾ കുതിരവാതിൽ എന്ന് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും, യെരൂശലേമിലെ മതിലിൽ 8ാമത്തെ വാതിലാണ് കുതിരവാതിൽ എന്ന് പറയുന്നത്. പടയാളികൾ സവാരിക്ക് ഉപയോഗിക്കുന്ന മൃഗമാണ് കുതിര. പഴയ കാലഘട്ടങ്ങളിലെ യുദ്ധത്തിൻ്റെ മുഖമുദ്ര തന്നെ കുതിരപ്പട്ടാളങ്ങളാണ്. പഴയ കാലത്ത് യുദ്ധം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുതിരകളെയാണ്. കുതിരകൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുക. പടയാളികൾ ഏറ്റവും കൂടുതൽ അവരുടെ സവാരിക്ക് ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു മൃഗമായിരുന്നു കുതിര എന്ന് പറയുന്നത്. സഖരിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 8ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ചുമന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റി അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ചുമന്നതായ മറ്റൊരു കുതിരയും പുറപ്പെട്ടു, അതിൽ പറഞ്ഞിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയേണ്ടതിന് അധികാരം ലഭിച്ചു, ഒരു വലിയ വാളും അവന് കിട്ടി എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയും. അനുഗ്രഹിക്കപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചുമന്നതായ മറ്റൊരു കുതിരയും പുറപ്പെട്ടു, അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം വെട്ടിക്കളയേണ്ടതിന് അധികാരം ലഭിച്ചു, ഒരു വലിയ വാളും അവന് കിട്ടി എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ ചുമന്ന കുതിരകൾ യുദ്ധം ചെയ്യുന്ന ശക്തികളെ ആണ് സൂചിപ്പിക്കുക. യുദ്ധം ചെയ്യുന്ന ശക്തികളെ സൂചിപ്പിക്കുന്നതാണ് കുതിരകൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് കുതിര യുദ്ധത്തിൻ്റെ ചിഹ്നമായിരുന്നു. ഒരു വിശ്വാസിയുടെ പട്ടാള സേവനത്തെയാണ് ഈ കുതിരവാതിലിൽ കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധ്യമായി തീരുക. തെസ്സലോനിക്ക ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്ന, അല്ലയോ തിമോത്തിയോസേ, നീയും യേശുക്രിസ്തുവിൽ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. നീയും ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി ഒരു യുദ്ധക്കളത്തിലാണായിരിക്കുന്നത്. ഈ കുതിരവാതിൽ നമുക്ക് നൽകുന്ന സൂചനയും അത് തന്നെയാണ്. ഒരു ദൈവവൈതൽ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കുതിരവാതിൽ നമുക്ക് നൽകിത്തരുന്നത്. ഒരു ക്രിസ്ത്യാനി യുദ്ധമുഖത്തുകൂടെ കടന്നു പോകേണ്ടവനാണ്. ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോഴും എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം പഠിക്കുമ്പോഴുമൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ കുതിരവാതിലിൻ്റെ സന്നിധിയിൽ വന്നു നിൽക്കുമ്പോൾ ഞാനൊരു പട്ടാളക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പോരാളിയാണ്, ഒരു പടയാളിയാണ് എന്നുള്ളതായ ഓർമ്മ മനസ്സിലേക്ക് കടന്നു വരുവാനും, എന്നാൽ ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങുവാനുമായി ഒരു ദൈവ പൈതലിന് സാധ്യമായി തീരണം. എപ്പോഴും സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമക്കളായി നാം മാറണം. സർവായുധവർഗം നിങ്ങൾ ധരിച്ചു കൊള്ളണം. എന്തൊക്കെയാണ് സർവായുധവർഗം എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. സമയപരിമിതിയിൽ ഞാൻ അങ്ങോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നല്ല പടയാളിയെ നീയും എന്നോടുകൂടെ കഷ്ടം സുഖിക്കുക എന്ന് തിരുവചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനമായിട്ട് ശക്തമായി രേഖപ്പെടുത്തുന്നത് ഒരു പടയാളി എങ്ങനെ ഒരുങ്ങണമെന്നും, ഒരു പടയാളി എങ്ങനെയാണ് യുദ്ധത്തിനായി പുറപ്പെടേണ്ടതെന്നും, ഒരു പടയാളി യുദ്ധമുഖത്ത് എങ്ങനെ നിൽക്കേണ്ടവനാണെന്നും തിരുവചനം ഈ സർവായുധവർഗം ധരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവൻ്റെ മുൻഭാഗങ്ങളിലെല്ലാം പരിചകളുണ്ട്, സംരക്ഷണമുണ്ട്. എന്നാൽ അവൻ്റെ പുറകിൽ നിന്ന് യാതൊരു സംരക്ഷണവും അവന് ലഭിക്കുന്നില്ല. അർത്ഥാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു വെച്ചു: കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ലേ. നീ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവനാണെങ്കിൽ പുറകിൽ നിനക്ക് സർവായുധവർഗങ്ങളൊന്നുമില്ല. തിരിഞ്ഞോടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ യുദ്ധമുഖത്ത് മുൻപിലേക്ക് ഓടേണ്ടവനാണ്, മുൻപോട്ട് യാത്ര ചെയ്യേണ്ടവനാണ്. ഇന്ന് പലപ്പോഴും പോരാട്ട ജീവിതത്തിന് നടുവിൽ പതറിപ്പോകുന്നവരും പരാജയപ്പെട്ടു പോകുന്നവരും മതി എന്ന് പറയുന്നവരുമായി ഞാനും നിങ്ങളും തീരുമ്പോൾ നമ്മുടെ പോരാട്ട ജീവിതം എവിടെയാണെന്ന് നാം പരിശോധിക്കപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയുന്നത് ജഡരക്തങ്ങളോടല്ല നിനക്ക് പോരാട്ടമുള്ളത്, ഈ ലോകത്തിൻ്റെ അന്ധകാര സേനകളോടാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിന് പോരാട്ടമുള്ളത്. ഒരു ക്രിസ്ത്യാനി നല്ല പടയാളിയാണ്, ഒരു ക്രിസ്ത്യാനി നല്ല പോരാളിയാണ്, ഒരു ക്രിസ്ത്യാനി നല്ല യുദ്ധതന്ത്രങ്ങളിൽ കൂടെ കടന്നു വരേണ്ടവനാണ്. ആ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ്റെ ശത്രു എന്ന് പറയുന്നത് സ്വന്തം കൂടപ്പുറപ്പല്ല, അവൻ്റെ ശത്രു എന്ന് പറയുന്നത് അവൻ്റെ ഇടവകക്കാരനല്ല, അവൻ്റെ ശത്രു എന്ന് പറയുന്നത് അവൻ്റെ കൂട്ടായ്മക്കാരനല്ല, അവൻ്റെ ശത്രു എന്ന് പറയുന്നവൻ അവൻ്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനല്ല. അവൻ്റെ ശത്രു എന്ന് പറയുന്നവൻ ഈ ലോകത്തിൻ്റെ ദുഷ്ടനാണ്, സാത്താനാണ്. അവനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അവനോടാണ് ഒരു ക്രിസ്ത്യാനി പോരാടേണ്ടത്. വചനമെന്ന വാളും എന്തിക്കൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതൽ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പോരാടേണ്ട കാലഘട്ടം നമ്മുടെ മുമ്പിൽ ആസന്നമായിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കണമെന്ന് പരിശുദ്ധനായ ഒരു ശ്ലീഹ നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് നമുക്കൊരു നല്ല പടയാളിയായി തീരാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുത്തുകൊണ്ട് ശത്രുവിനെ നിഷ്കാസനം ചെയ്യാൻ, അവനെ ഇല്ലാതാക്കി തീർക്കാനുള്ള ആർജവത്വത്തോടുകൂടെ ശത്രുവാകുന്ന സാത്താനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരു ദൈവ പൈതലിനിടയായി തീരണം. എവിടെയാണ് ഒരു ശത്രുവിനോടുള്ള യുദ്ധ പ്രഖ്യാപനം എന്ന് പറയുന്നത്? സാത്താൻ എന്ന് പറയുന്നവൻ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ, ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുമ്പോൾ, ആത്മഹത്യയുടെ നടുവിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുമ്പോൾ, കുടുംബ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യക്തി ജീവിതത്തിൻ്റെ മഹത്വത്തെ, വിശുദ്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവനെതിരെ പടപൊരുതേണ്ട ക്രിസ്ത്യാനി, അവനെതിരെ വാളെടുക്കേണ്ട ക്രിസ്ത്യാനി, വചനമെന്തി വാളും എടുത്തുകൊണ്ട് അവനെതിരെ ശക്തമായി അണിനിരക്കേണ്ട ക്രിസ്ത്യാനി. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും യുദ്ധക്കളത്തിൽ തകർന്നു പോകുന്നവരും പിന്തിരിഞ്ഞോടുന്നവരും മരണത്തെ സ്വീകരിക്കുന്നവരുമായി മാറുന്നു എന്ന് പരിശോധിക്കണം. നമ്മുടെ മുമ്പിലൊരു യുദ്ധക്കളമുണ്ട് പ്രിയമുള്ളവരെ. സാത്താനെതിരെ പോരാടാൻ ദൈവം നമുക്ക് കൃപയാക്കട്ടെ. ഇത് അന്ധകാര ലോകത്തിൻ്റെ നടുവിലാണ് ഇന്ന് ഈ ഭൂമി എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീതിജനകമായ അനുഭവത്തെ കണ്ടിട്ട് മരച്ചു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളും ഓർക്കേണ്ടത്, അന്ധകാര സേനകൾ അതിൻ്റെ മൂർധന്യ ഭാവത്തിൽ വന്നു നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എവിടെ നോക്കിയാലും സാത്താൻ്റെ പോരാട്ടങ്ങൾ നമുക്ക്
നമുക്ക് കാണാം. നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ, തലമുറയെ തകർക്കാൻ, കുടുംബജീവിതങ്ങളെ തകർക്കാൻ, ജീവിത വിശുദ്ധികളെ ഇല്ലാതാക്കി തീർക്കാൻ സാത്താൻ നമ്മോട് പോരാട്ടം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ യുദ്ധത്തിന് മുൻപിൽ നിന്നൊരു നല്ല പടയാളിയെപ്പോലെ കുതിരവാതിലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് പടപൊരുതാൻ സാധ്യമായി തീരട്ടെ. ഈ പാപത്തെ ഞാൻ തകർത്ത് കളയും, എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ ഞാൻ ഇല്ലാതാക്കി കളയും, എൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധികളെ ഞാൻ തകർത്തു കളയും. കുരിശുമേന്തി പോരാട്ട ജീവിതത്തിനിറങ്ങണം. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ വൈരികളെ മെതിച്ചിടും നിൻ നാമത്തിൽ. വചനമേന്തി പോരാട്ടത്തിൻ്റെ ജീവിതം നയിക്കാൻ നമുക്കിടയാകട്ടെ. ശത്രുവിനെയും അവൻ്റെ സൈന്യങ്ങളെയും ഇല്ലാതാക്കാൻ ഒരു ദൈവ പൈതൽ കരുത്തുള്ളവനായി മാറട്ടെ. ആയുധനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ വിനയത്തോടെ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരൊരു നിമിഷം ശിരസ്സുകളെ നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ഈ രാത്രി ഞങ്ങൾക്കായി ഒരു പുതിയ വാതിലിനെ, കുതിരവാതിലിനെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഒരു ദൈവ പൈതൽ യുദ്ധത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നതെന്ന്, അവനൊരു പോരാട്ടമുണ്ടെന്ന്. അവൻ്റെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പ്രിയപ്പെട്ടവരോടല്ല, ഉറ്റവരോടും ഉടയവരോടും സ്നേഹിതരോടും അയൽവക്കക്കാരോടുമല്ല, പിന്നെ ശത്രുവാകുന്ന സാത്താനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെടേണ്ടവരാണെന്ന് ഇന്ന് നിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറണമേ. നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ക്രിസ്തുയേശുവിനെ നല്ല പടയാളിയായി നിന്നോടുകൂടെ കഷ്ടം സഹിപ്പാൻ ഞങ്ങളെയും ഒരുക്കണമേ. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം. യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമീൻ.